അസ്സലാമു അലൈക്കും. നമസ്കാരം. ഞാൻ ആശ്രമനാണ്. ഇന്ന് ഞങ്ങൾ വയനാട്ടിൽ വെള്ളമുണ്ട ഉള്ളത്. നമ്മുടെ ചൂരൽമലയിലുണ്ടായ ദുരന്തം നമ്മളൊക്കെ കണ്ടതാണ്. ഒരുപാട് കുടുംബങ്ങൾ പോയി. ഒരുപാട് കുടുംബങ്ങൾ ഇപ്പോൾ ഹോസ്പിറ്റലിലും ക്യാമ്പിലൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 86 വയസ്സുള്ള അബ്ദുള്ളാക്കാരൻ്റെ മനുഷ്യനെ നമുക്കിവിടെ കുറച്ച് 6 കുടുംബത്തിനാണ് സ്ഥലം തന്നിട്ടുള്ളത്. അതിൽ 3 വീട് എൻ്റെ കുടുംബത്തെ എൻ്റെ ഏട്ടൻ്റെ മോൻ്റെ കല്യാണം ചെറിയൊരു പരിപാടിയാക്കിയിട്ട് ആദ്യത്തെ വരുമാനം ആദ്യത്തെ പൈസ കൊണ്ട് 3 വീടും ബാക്കി 3 വീട് മറ്റു മനുഷ്യസ്നേഹ സഹകരണത്തോടെയാണ്. ഇൻഷാ അള്ളാ അദ്ദേഹം ആ തന്ന സ്ഥലത്തിന് നല്ല സ്ഥലമാണ് നമ്മൾ തന്നിട്ടുള്ളത്. വേറെയും ഇവിടെ മമ്മൂട്ടിയാക്ക വേറെ കുറെ ആൾക്കാർ ഇവിടെ സ്ഥലം തന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ ചൂരൽമലയിലുണ്ടായ ദുരന്തത്തിൽപ്പെട്ട നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ഇപ്പൊ നമ്മളെ കുടുംബം അവരെ ഒരുപാട് കുടുംബങ്ങൾ പോയാൽ നമുക്ക് നമ്മളെ കുടുംബമായിട്ട് അവരെ കാണുകയാണ്. അവർക്കുള്ള വീട് നിർമ്മാണം തുടങ്ങുകയാണ് ഇവിടെ. ഇൻഷാ അള്ളാ 6 വീടാണ് ഇവിടെ വിൽക്കുന്നത്. പിന്നെ അതിൽ ഏറ്റവും വലിയ സന്തോഷം നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് സംസ്ഥാന വ്യാപാരി വ്യവസായ സംഘടനയാണ് വന്നിട്ടുള്ളത്. അവര് ഇന്നലെ നമ്മളെ വിളിച്ചുകൊണ്ട് മാനുക്ക നിങ്ങളെ കൂടെ നമ്മൾ 40 വീട് നമ്മൾ വെക്കാൻ താല്പര്യമുണ്ട്, പെട്ടെന്ന് തന്നെ പണി തുടങ്ങണം, അതുകൊണ്ട് സ്ഥലം സൗകര്യങ്ങൾ ചെയ്തു തരണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ ആ സ്ഥലമൊക്കെ കാണിച്ചു കൊടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ ഇനി ഇൻഷാ അള്ളാ സ്ഥല സൗകര്യം ഒരുപാട് നല്ല മനുഷ്യരുണ്ട് നമ്മളെ വയനാട്ടിൽ, ഒരുപാട് സമ്പന്നരുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് സ്ഥലം തരാൻ തയ്യാറാണെങ്കിൽ ഒരുപാട് മനുഷ്യർ വീട് നിർമ്മിച്ചു കൊടുക്കാൻ റെഡിയാണ്. കാരണം ചൂരൽമലയിലുണ്ടായ നമ്മുടെ കുടുംബങ്ങളെ വീടും പേരും സ്ഥലവും എല്ലാം നഷ്ടപ്പെട്ടു. നാളെ നമ്മളെ സ്ഥിതി എന്താ അറിയില്ല. ഒറ്റ രാത്രി കൊണ്ടാണ് എല്ലാം ഇല്ലാതായത്. അപ്പൊ പടച്ചോൻ തന്ന സമ്പത്ത് നല്ല കാര്യങ്ങൾക്ക് ഈ ഇടങ്ങറായ സമയത്ത് നമ്മളെ കുടുംബങ്ങളെ തളർന്നു കിടക്കുമ്പോൾ അവർക്ക് താങ്ങാവാൻ നമ്മൾ ശ്രമിക്കുക. സ്ഥലമുണ്ട് നിങ്ങൾ പറഞ്ഞാൽ അവിടെ വീട് വെക്കാൻ ഞങ്ങൾ ഓടിയെത്തും. പിന്നെ നാട്ടിലുള്ള കുറേ സന്നദ്ധ സംഘടനകളും നമ്മുടെ സർക്കാരും മറ്റുള്ള പാർട്ടികളും ഒക്കെ നമ്മുടെ ചുരൽമലയുണ്ടായ അപകടത്തിൽ സംഭവിച്ച കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് സഹായിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അതൊരു സന്തോഷമാണ്. കഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ദുരിതം അനുഭവിക്കുമ്പോൾ അവിടെ താങ്ങാവാൻ എല്ലാവരും ഓടിയെത്തുന്നുണ്ട്. അത് ഇൻഷാ അല്ലാഹ്. അപ്പൊ അതിന്റെ കുറ്റിയടി കർമ്മം ഇവിടെ ബഹുമാനപ്പെട്ട നമുക്ക് ഭൂമി തന്ന അബ്ദുള്ളാക്കി, നമ്മൾ ബഹുമാനപ്പെട്ട തമിഴ്നാട് വ്യാപാരി വ്യവസായി വൈസ് പ്രസിഡന്റ്, സംസ്ഥാന വൈസ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റും പിന്നെ ഞങ്ങൾ കേസി കുഞ്ഞുട്ടിയാക്കുമ്പോൾ ഇവിടെ നിർവഹിക്കുകയാണ്. നമ്മുടെ അബ്ദുള്ളാഖാന്റെ പേരക്കുട്ടി തങ്ങളുട്ടിയാണ് ആദ്യം ആ കർമ്മത്തിനുള്ള ചുറ്റിക കൊടുക്കുന്നത്. എന്റെ കുട്ടി കൊടുക്കുന്നല്ലേ അടിച്ചെടുക്കാൻ വകുപ്പത്ത് സെന്റ് കൊടുക്കി ഒരു കുറവും വരുത്തരുത്. നമ്മുടെ ചുരൽമലയിലുണ്ടായ ദുരന്തം നമ്മൾ കണ്ടതാ. ഇനി അവര് ജീവിച്ചിരിക്കണോല് സന്തോഷത്തോടെ ജീവിക്കണം. അതേമാതിരി ഇവിടെ അവർക്കുള്ള ജോലിയും സൗകര്യമൊക്കെ ചെയ്തു കൊടുക്കണം. നമ്മുടെ തമിഴ്നാട്ടിലെ വ്യാപാരി വ്യവസായത്തിന്റെ പ്രവർത്തകർക്കാണ് ബിഗ് സല്യൂട്ട് അടിക്കേണ്ടത്. 40 വീടാണ് ഇപ്പോൾ ഉദ്ദേശം, പക്ഷെ അത് 60, 80 ആക്കാന്നാണ് ഇവർ പറയുന്നത്. അപ്പൊ സ്ഥലം നമുക്ക് കിട്ടുകയാണെങ്കിൽ, അതായത് പിന്നെ കമ്പളക്കാടോ അല്ലെങ്കിൽ മറ്റുള്ള വൈത്തിരി, കൽപ്പറ്റ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് സ്ഥലം കിട്ടിയാൽ ആ വീട് പണി ഉടനടി പൂർത്തീകരിക്കണം. അവർ 8 ലക്ഷം രൂപയാണ് ഒരു വീടിന് നീക്കി വെച്ചിട്ടുള്ളതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏതായാലും അവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. കാരണം നമ്മുടെ നാട്ടിൽ വിഷമം ഉണ്ടായപ്പോൾ നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനം എല്ലാ കാര്യങ്ങൾക്കും അവിടുത്തെ സർക്കാരും എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. ആ സ്ഥലം ഉണ്ടെങ്കിൽ നമ്മളിതില് നമ്പർ ആഡ് ചെയ്യും. അപ്പൊ നിങ്ങൾ ആ നമ്പർ വിളിച്ചിട്ട് നമുക്ക് പടച്ചു തന്ന സമ്പത്ത് അത് ഈ പുണ്യപ്പെട്ട കാര്യത്തിന് നമ്മുടെ കൂടപ്പിറപ്പുകൾക്ക് അവരെല്ലാം പോയതാണ്, അവർക്ക് വേണ്ടിയിട്ട് വീട് ഒരുക്കുന്നതിന് സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് അല്ലേ പ്രതീക്ഷിക്ക. പിന്നെ ഒരുപാട് നല്ല മനുഷ്യരെ നമ്മളെ കൂടെ ഉണ്ട് കേട്ടോ. സുഖമില്ലാതെ ആൾക്കാർ പോലും ചെറിയ സഹായം ചെയ്തുകൊണ്ട് എല്ലാരും ഒറ്റക്കെട്ട അല്ല ഇന്നിപ്പോ നമുക്കൊരു ആള് സ്ഥലം തന്നു. പിന്നെ മമ്മൂട്ടിയാക്കാൻ 50 സെന്റ് അങ്ങനെ ഓരോരുത്തരും തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഇവർക്ക് ഒന്നിച്ച പിന്നെ 40 കുടുംബത്തിന് ഒരുമിച്ച് ഉണ്ടാക്കാനുള്ള സ്ഥലം വേണം. അപ്പൊ നമ്മള് ബഹുമാനപ്പെട്ട നമ്മുടെ കുറ്റൂർ അബ്ദുറഹ്മാനാജി നമുക്ക് 1 ഏക്കർ 26 സെന്റും നേരത്തെ എന്നോട് മനം പോയി നോക്കിയിട്ട് എടുക്കുക. ഞാൻ റഷീദ് വരുമ്പാടെ നിലാംബരി ആ സ്ഥലം കാണിച്ചു തന്നു. അത് ഞങ്ങൾ കച്ചവടം ചെയ്ത് അതിന് പൈസ ബഹുമാനപ്പെട്ട കുറ്റൂർ അബ്ദുറഹ്മാനാജിയാണ് കൊടുത്തത്. അബ്ദുറഹ്മാനാജി ഇന്നലെ വിളിച്ചിട്ട് മാനോ അതിൽ പെട്ടെന്ന് വീട് നിർമ്മിക്കുന്ന ആളുകൾക്ക് അത് കൊടുക്കണം. ഇത് ഞങ്ങള് 100% നമ്മുടെ ചുരൽമലയിലുള്ള കുടുംബങ്ങൾക്ക് 4 സെന്റ് വീതമാണ് അവരെ പേരിൽ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്.
അത് അവിടെ പോയി അർഹതപ്പെട്ടു. കാരണം നമ്മുടെ ബോബിച്ചനും നമ്മളെ ബഹുമാനപ്പെട്ട സർക്കാരും എല്ലാ വിഭാഗം ജനങ്ങളും അവർക്ക് വേണ്ടിയിട്ട് പിന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ മുസ്ലിം ലീഗ്, കോൺഗ്രസ്, മാർക്സ് പാർട്ടി, പിന്നെ പിന്നെന്താണ് സേവാഭാരതി ഒക്കെ സപ്പോർട്ട് ചെയ്ത് എല്ലാ പാർട്ടിക്കാരും ഉണ്ട് കേട്ടോ. പിന്നെ സന്നദ്ധ സംഘടനകളും ഒരുപാട് ഡിവൈഎഫ്ഐ എല്ലാവരും ഉണ്ട്. ആർക്കും കുറവില്ല. എല്ലാവരും ഫുൾ ത്യാഗമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അത് വലിയൊരു അഭിമാനം തന്നെയാണ്. നമ്മളെ വ്യാപാരസേന ആണെന്ന് കിട്ടണ്ട തമിഴ് സംസാരിക്കാണ്. 2 വാക്ക് മലയാളം പേശിയാൽ മതി. എന്നിട്ട് നമുക്ക് അപ്പുറം പേശാം. ഏട്ടാ ഒന്ന് തമിഴ് മലയാളത്തിൽ പറഞ്ഞാൽ മതി. അബ്ദുള്ള 86 വയസ്സ്, വെള്ളമുണ്ടയിലുള്ള 86 വയസ്സുള്ള അബ്ദുള്ള കാക്ക കുടുംബവും നല്ല സന്മനസ് കാണിച്ചുകൊണ്ട് ഇവിടെ 6 വീടിന് സ്ഥലം തരികയാണ്. മാനുവക്ക എന്ന മഹാവ്യക്തിയിൽ നിന്നാണ് ഇത് മറ്റുള്ളവർക്ക് ഒരു ഉപകാരപ്രദമായിട്ട് വീട് വെച്ചു കൊടുക്കുന്നത്. അതിന്റെ കാൽനാട്ട് നർമ്മം കുറ്റിയടിക്കലി എല്ലാവരും കൂടി ചേർന്നാണ് ഇവിടെ അടിച്ചിരിക്കുന്നത്. അത് ഞങ്ങളെയും കൂടി ഇതിനകത്ത് പങ്കുകാരാക്കിയതിലും ഈ നല്ല സംരംഭത്തിൽ ഞങ്ങളെയും കൂടി അതിനകത്ത് ഉൾപ്പെടുത്തിയതിനും എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയില്ല. എന്നിരുന്നാലും ഈ കുറ്റിയടിച്ചത് എത്രയും വേഗം ഈ ബിൽഡിംഗ് ഉണ്ടാക്കി ഒരു വീട്ടുകാർക്ക് കൊടുക്കാനും വേണ്ട സഹകരണങ്ങൾ ചെയ്യാനും ഞങ്ങളെയും കൂടി പങ്കുകാരാക്കിയതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ഇതിൽ എന്തെങ്കിലും ആവശ്യങ്ങൾ വന്നാൽ ഞങ്ങൾ തരാൻ തയ്യാറാണ്. இன்றைய தினம் இந்த சூரல்மலையில் வீடுகள் இடிந்த குடும்பத்தை நாம் கையில் எடுப்பதற்காக முகமது குட்டி என்பவர் முகமது அப்துல்லா என்பவர் அவர்களுக்கு வீடு செய்வதற்காக நமக்கு ஒரு இடம் அவர் அணுகியுள்ளார்கள். இதை நமது மிகவும் மதிப்பிற்குரிய நாசர் மானு அவர்களின் கரங்களில் அவர்கள் ஏற்பிக்கப்பட்டுள்ளார்கள். நமது தமிழ்நாடு வணிகர் சங்கமும் நாசர் மானு அவர்களும் இணைந்து கொண்டு இந்த விடாமுயற்சியை செய்து இந்த மக்களை குடியிருப்போம் என்ற உறுதிமொழியாக நாம் அனைவரும் இருக்கின்றோம். அதற்கு அனைவரும் உதவி செய்யுங்கள். நன்றி. സ്നേഹം നിറഞ്ഞ ആൾക്കാർ, ഇത് കാണുന്ന ആൾക്കാരെ, ഇവിടെ വന്നിട്ട് ഇന്ന് ഞങ്ങൾ വന്നിട്ട് ഈ ചൂരൽമലയിൽ ഉള്ള ദുരിതത്തിന്, അതായത് നമ്മുടെ തമിഴ്നാട് വണിക സംഘ പേരமைப்பின் ഞങ്ങൾ தலைவர் ശ്രീമാൻ വിക്രമരാജ അവരുടെ നിർദ്ദേശപ്രകാരം നമ്മളൊരു 40 വീടുകൾക്കുള്ള സ്ഥലം കണ്ടെത്താൻ വേണ്ടി, ഇവിടെ സന്മനസ്സുള്ള ധാരാളം ജനങ്ങളുള്ള ഒരു ഏരിയയാണ് വയനാട്. അപ്പൊ ഇവിടെ അങ്ങനത്തെ ഉള്ള വ്യക്തികളെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏർപ്പാടിനാണ് ഞങ്ങൾ വന്നത്. അപ്പൊ ഇൻഷാല്ലാ ഞങ്ങൾ കണ്ടുമുട്ടിയ തന്നെ നമ്മൾ നാസർ മാനു എന്ന മഹാപുരുഷനാണ്. അവര് ഇതിൽ വന്നിട്ട് ഞങ്ങൾ സ്ഥലമൊക്കെ നോക്കിയിരിക്കുന്നത്. അത് കഴിഞ്ഞ ഉടനെ ഇവിടെ വന്നിട്ട് അവരുടെ കുടുംബം, അതേമാതിരി അവരുടെ കുടുംബത്തിലുള്ള ഒരു കല്യാണത്തിന് വെച്ചിരുന്ന പൈസയും അതേപോലെ വേറെ ചില പൈസകളും ഒക്കെ ചേർത്ത് കൊല്ലം ഒരു മനുഷ്യനെയാണ് ഒന്ന് കല്യാണം ഫംഗ്ഷൻ വന്ന് വലുതായിട്ട് നടത്തേണ്ടതാണ്. ഈ ദുരിതമൊക്കെ കണ്ട ശേഷം അതിന് ഒതുക്കി വെച്ച പൈസ ചെറിയ കുടുംബപരമായ ചെറിയ ഒരു ലളിതമായ നടത്തിയിട്ട് ആ പൈസ കൊണ്ട് ഒരു 3 വീടുകൾക്കും അതേപോലെ ഇനി ഒരു 3 വീടുകൾക്കും ചേർത്ത് ഇവിടെ 6 വീടുകൾക്ക് കുറ്റി അടിച്ചിരിക്കുന്നത്. ഇൻഷാല്ലാ ഇത് നല്ല നിലക്ക് ആയി കൊടുക്കട്ടെ. നമ്മുടെ ജില്ലാ പ്രസിഡന്റിന് 2 മാസം തമ്മിൽ ஒரு பேட்டி கொடுங்க, ஒரு பேட்டி கொடுங்க தமிழ்ல. 86 வயசுல அப்துல்லாக்கான மக்களான பூமி வந்தது. சரி சரி, அவங்களுக்கு ரொம்ப நன்றி தெரிவிச்சுக்கோம். இன்னைக்கு வயநாடு பகுதியில் இந்த மாதிரி ஒரு அபாயகரமான ஒரு சூழ்நிலையில இன்னைக்கு எல்லாருமே மக்கள் கவலை அடைஞ்சிருக்காங்க. இந்த மாதிரி அவங்களுக்கு உதவணும் அப்படின்னு சொல்லி முன் வர்றதே ஒரு மிகப்பெரிய ஒரு விஷயமாக இன்னைக்கு பார்க்கப்படுது. இந்த பூமி இன்னைக்கு இந்த கொடுத்திருக்கிறாங்க வீடு கட்டுறதுக்காக. இதனால பயன்பெறக்கூடிய மக்கள் எல்லாம் பயன்பட போறாங்க அப்படின்னு நினைக்கும் போதே ரொம்ப சந்தோஷமா இருக்கு. தேங்க்ஸ். நீங்க வந்ததுக்கும் ரொம்ப നമുക്ക് ഇവിടെ ഇത്രയും ഒരു 6 വീട് വെക്കാനുള്ള സ്ഥലം ഒരുക്കി തന്ന അബ്ദുള്ളയും മക്കൾക്കും അവർക്കും, പിന്നെ ഞങ്ങൾക്ക് ഇതിനെ ഇവിടെ ഞങ്ങൾ ഇങ്ങനെ ഒരു പ്ലാനുമായി വന്നപ്പോ ഞങ്ങളെ സഹായിച്ച നാസർ മാനുക്ക എന്റെ തൊട്ടടുത്ത നാട്ടുകാരനാണ്. പുള്ളിക്കും വളരെയധികം നന്ദി.